വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്തെ ഇസ്ലാമിയെ പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ജമാഅത്തെ ഇസ്ലാമി എന്നത് ഒരു തീവ്രവാദ ഭീകരവാദ സംഘടനയാണ്. അതിനെ ആര് താലോലിച്ചാലും അവർ ജനാധിപത്യ മര്യാദയ്ക്കും അതുപോലെ ഇന്ത്യൻ ഭരണഘടനയോടും ചെയ്യുന്ന ചതിയും വഞ്ചനയുമാണ്. എന്നാൽ ഈ അടുത്ത് അനിൽ മുഹമ്മദ് എന്ന യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷ നിലപാട് എന്ന ചാനലിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ താലോലിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നെഞ്ചുവേദന വരികയും ചെയ്തു. എൻ്റെ പ്രദേശത്ത് കുറച്ച് ജമാഅത്തിൻ്റെ പ്രവർത്തകരൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. വളരെ മര്യാദക്കാരും മാന്യമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന ആളുകൾ. അവരുടെ ഒരു സന്തോഷം സഹിക്കാൻ വയ്യാതായതിലുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഇന്ത്യയിലും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഈ സംഘം അബുൽ അഅ്ല മൗദൂദിയുടെ ആശയത്തെ അവലംബമാക്കി തുടങ്ങിയ സംഘടനയാണ്. താത്വികമായി ഇന്ത്യൻ ഭരണഘടനയെയോ ജനാധിപത്യത്തെയോ അവർ RSSനെ പോലെ തന്നെ അംഗീകരിക്കുന്നില്ല. അവരുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമാണ് അവർ അംഗീകരിക്കുന്നത് പോലെ അഭിനയിക്കുന്നത്. അത് എല്ലാവർക്കും പകൽ പോലെ പരസ്യമായ കാര്യമാണ്. ഈ വിഭാഗത്തെ എങ്ങനെയാണ് നമുക്ക് താലോലിക്കാൻ സാധിക്കുക? പ്രത്യേകിച്ച് അനിൽ മുഹമ്മദിനെ പോലെ പരിജ്ഞാനവും നാനാഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുമുള്ള മലയാളത്തിൽ നിപുണനായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയിലെ കഴിവൊന്ന് കേട്ടെ. അഫ്രുതി, വിപ്രുതി, കുപ്രുതി, തൃപ്രുതി ആൻഡ് മുപ്രുതി കണ്ടോ, അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയിലുള്ള കഴിവ് വല്ലാത്ത കഴിവാണ്. ഏതായാലും എനിക്ക് ഇന്ത്യൻ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ ഒരിക്കലും ഒരു നിലയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളിൽ പോലും ജമാഅത്തെ ഇസ്ലാമി എന്ന കൊടും ഭീകര സംഘടനയെയോ പ്രവർത്തകരെയോ താലോലിക്കാൻ പാടില്ല. അത് RSSനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഭീകരവാദ സംഘടനയാണ്. അല്ലാഹു തആല നമ്മുടെ രാജ്യത്തെയും നമ്മളെയുമൊക്കെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.